അവിടെ കാണുന്നില്ലല്ലോ. ദൈവമേ. കുറച്ചു ബോധവും വിവരമുള്ളവരല്ലേ ആ രീതിയിലെല്ലാം ചിന്തിക്കുള്ളൂ. അതിനും കൊള്ളൂലല്ലോ. എന്റെ ഒരു വിധി കഷ്ടണ്ട്. ഹലോ, ആ പ്രജീഷ് എന്ന് പറയുന്ന ആളെ വീടല്ലേ ഇത്? ആ പ്രജീഷ് എന്ന് പറയുന്ന ആളുടെ വീട് തന്നെയാ. ദൈവമേ, നിങ്ങൾക്കും പൈസ തരാനുണ്ട് അയാള്? ഇത്രയും നാളായിട്ട് ആണുങ്ങളുടെ കയ്യിൽ നിന്നാ പൈസ വാങ്ങലുണ്ടായിരുന്നു, ഇപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങലുണ്ടാ? എന്റെ ദൈവം, ഞാൻ എന്താ ചെയ്യും? എത്ര രൂപ തരാനുള്ളേ? ഇല്ല, എൻ്റെ അടുത്തൊന്നും പൈസയൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ പൈസക്ക് വേണ്ടി വന്നതുമല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഈ പൈസക്ക് വന്നല്ലായിരുന്നു, കേറി കേട്ടോ. അങ്ങനെ അന്വേഷിച്ച് എല്ലാരും പൈസക്കാ വരുത്ത്. ഞാൻ അതാ ചോദിച്ചേ, വാ ഇരിക്കും. എന്തായിരുന്നു? പ്രജീഷ് ആയിരുന്നില്ല ഇവിടെ? ആ പ്രജീഷ് അന്നുണ്ട്. എന്തായിരുന്നു കാര്യം? എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ റാണി ഡോക്ടറെ അസിസ്റ്റന്റാ. ഞാൻ ഡോക്ടർ പറഞ്ഞിട്ട് വരുന്നതാ. എന്തിന്? ഇവര് റാണി ഡോക്ടറെ പേഷ്യന്റാ. ഇപ്പൊ 3 മാസമായി അങ്ങോട്ടൊന്നും കാണാത്തത്, ചെക്കപ്പിനൊന്നും വരത്തില്ല. അതിന് പ്രജീഷ് എന്താ അസുഖം? അപ്പൊ നിങ്ങളൊന്നും അറിയല്ല? ഇല്ല. എന്തേ? പ്രജീഷ് ഇപ്പൊ 1 വർഷമായിട്ട് റാണി ഡോക്ടറെ ട്രീറ്റ്മെന്റ് ഇല്ലല്ലേ. ആളൊരു ഹാർട്ട് പേഷ്യന്റാ. ഇപ്പൊ 3 മാസമായി ചെക്കപ്പിനൊന്നും അങ്ങോട്ട് വരാത്തത്. അടുത്ത മാസം ഓപ്പറേഷന്റെ ഡേറ്റ് കൊടുത്തതാ. അപ്പൊ അങ്ങോട്ടൊന്നും കാണാത്തത് കൊണ്ട് ഡോക്ടർ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വിട്ടതാ എന്നെ. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി. പറ്റുമെങ്കിൽ നാളെ തന്നെ പ്രജീഷിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഡോക്ടർ ഒന്ന് കാണണം കേട്ടാ. അല്ലെങ്കിൽ പ്രശ്നം കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഡോക്ടർ എന്തായാലും നാളെ തന്നെ വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ ഇന്ന് തന്നെ ഇങ്ങോട്ട് വിട്ടത്. നാളെ തന്നെ വരാം. എന്നാ അപ്പൊ ശരി, ഞാൻ പോട്ടെ. പ്രജീഷ് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇത് ചെയ്യുന്നേ? ശരി. അപ്പൊ ഇത്ര നാൾ ഇന്നല്ലേ പറഞ്ഞു ഞാൻ ഒരു പണിയെടുക്കുന്നില്ല എന്ന്. ഇപ്പൊ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ട് നിങ്ങൾ എന്താ എന്നോട് പറയാണ്ടിരുന്നേ പ്രജീഷ് ചേട്ടാ? എന്താ സുഖകാരോട്? അതല്ല എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താ പറയാണ്ടിരുന്നേ? ഇതെല്ലാം പറയണ്ടേ? നിങ്ങൾ എന്താ 1 വർഷമായില്ലേ നിങ്ങൾക്ക് അസുഖം തുടങ്ങിയിട്ട്? എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആരുണ്ട്? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇങ്ങനല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിനായിട്ട് എനിക്ക് ചെലവാക്കാൻ എന്റെ അടുത്ത് ഏതും കൂടി ചെലവാക്കാനുള്ള പൈസ എന്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചേ. എല്ലാ കാര്യം ചെയ്യുന്ന എനിക്ക് പിന്നെ ഈ നിങ്ങളുടെ ഈ അസുഖത്തിന്റെ ചെയ്യാൻ പറ്റാത്ത. ഇപ്പൊ അവിടുത്തെ റാണി ഡോക്ടറിന്റെ അസിസ്റ്റന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരാ പറഞ്ഞത് നിങ്ങൾ 3 മാസമായിട്ട് പോയിട്ടില്ല, അടുത്ത മാസം ഓപ്പറേഷന്റെ ഡേറ്റാ. അന്നേരം ഇങ്ങനെ ലീവാക്കാൻ പാടുണ്ടാ കാണിക്കാണ്ട്? നമുക്ക് ആദ്യം അതല്ലേ, ഒരുപാട് പൈസ വേണം. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ഒരുപാട് പൈസ, എന്തെല്ലാം പൈസ അങ്ങനെ പോകുന്നു. അപ്പൊ അസുഖത്തിന്റെ അല്ലേ ആദ്യം നമുക്ക് കാണിക്കണ്ടേ? അതല്ലേ ആദ്യം ചെലവാക്കണ്ടേ? നിങ്ങൾ എന്നാലും എന്നോട് ഇങ്ങനെ മറച്ചു വെക്കാൻ പാടുണ്ടായിരുന്നോ?